അത് ഒരു സ്വാഭാവിക രീതിയല്ല, അതൊരു അസ്വാഭാവിക രീതിയാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും മതേതര കേരളത്തിന് അപകടമാണ്. ഒരു ഭരണഘടനയില്ലാത്ത RSS നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തി പോയതാ. പ്രധാനപ്പെട്ട ആൾക്കാരെ പോലും ഒഴിവാക്കി രഹസ്യ ചർച്ചകൾ. ഇന്ത്യയുടെ മതേതരത്വം, ജനാധിപത്യം, രാഷ്ട്രീയപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാ അജണ്ടകളും RSSന്റെ പിൻബലത്തോടു കൂടിയാണ്. അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ സമരവും അസാധാരണമായിരിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട തസ്തികളിൽ നാളിതുവരെ നമ്മൾ അകറ്റി നിർത്തിയിരുന്ന സംഘപരിവാർ നേതാക്കളെ കുടിയിരുത്തുന്നത് കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഇതേപോലെയുള്ള ധൃതി പിടിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ, അസാധാരണമായ നിയമനങ്ങൾ, നടപടിക്രമങ്ങൾ ബ്രിട്ടീഷുകാർ കയറി വന്നപ്പോൾ നവാബ് ഭരണകൂടത്തെ എതിർത്തു. കേരള ചുടയിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. VD സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസേ ആവുന്നുള്ളൂ. ഇപ്പോൾ SDPI സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. അവരുടെ ഒരു പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ചേട്ടാ, ഇപ്പോൾ സർക്കാർ ഇപ്പോൾ വന്നിട്ട് ഒരു മാസേ ആവുന്നുള്ളൂ. നിങ്ങളുടെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സമരമാണോ, എന്താ ഉദ്ദേശിക്കുന്നത്? അസാധാരണമായ സംഭവങ്ങൾ നടക്കുമ്പോൾ സമരവും അസാധാരണമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു വിലക്കയറ്റത്തിനെതിരെയോ അതല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ കുറച്ച് അവകാശം എടുത്ത് ചെയ്യേണ്ട നടപടിക്രമങ്ങളിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി സമരം നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തസ്തികളിൽ നാളിതുവരെ നമ്മൾ അകറ്റി നിർത്തിയിരുന്ന സംഘപരിവാർ നേതാക്കളെ കുടിയിരുത്തുന്നത് കൊണ്ട് അത് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകളിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായതുകൊണ്ട് അത് ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ മടിച്ചു നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു കാലയളവ് തികഞ്ഞിട്ട് സമരം നടത്താമെന്ന ഒരു സമയം അനുവദിച്ചിട്ടോ കാര്യമില്ല. പെട്ടെന്നുണ്ടാകുന്ന ഇതേപോലെയുള്ള ധൃതി പിടിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ അത് ഒരു സ്വാഭാവിക രീതിയല്ല, അതൊരു അസ്വാഭാവിക രീതിയാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും അത്തരം അസ്വാഭാവിക രീതികളിലൂടെ ഈ RSSന് ഒരു ദൃശ്യത, ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനാണ്, കേരളീയ സമൂഹത്തിൽ ഒരു മാന്യത ഉണ്ടാക്കി കൊടുക്കാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെയും UDF ഭരണ നേതൃത്വങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സമാധാനപരമായ തികച്ചും ജനാധിപത്യപരമായ ഒരു മാർച്ച് നടത്തിയിട്ടുള്ളത്. തൂഫാന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ ഇപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസാനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദാനിയുടെ ഒരു മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു വ്യാപനം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ പ്രതിഷേധ മാർച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അതിൽ രമേശ് ചെന്നിത്തലയുടെ മയക്കുമരുന്നിനെതിരായിട്ട് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായിട്ട് കൃത്യമായ നിലപാടെടുത്ത് യാത്ര ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു നേതാവാണ്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സതീശൻ അദാനി പോർട്ടിൻ്റെ നേതാക്കളുമായി കണ്ടതുകൊണ്ടും അതിനുശേഷം അദ്ദേഹം നടപ്പിലാക്കുന്ന ചില നടപടികളും ഈ ഒരു സാധ്യത അദാനിയിലെ ഇന്ത്യ രാജ്യത്തുള്ള പോർട്ടുകളിലാണ് കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വലിയ, നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ മയക്കുമരുന്ന് വേട്ടകൾ നടന്നിട്ടുള്ള എന്നതുകൊണ്ടും അതിലൊക്കെ അദാനി ഗ്രൂപ്പിൻ്റെ പങ്ക് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടും ഇവിടെ ഒരു കൃത്യമായ ഒരു പോർട്ട് അദാനി നിയന്ത്രിക്കുന്ന, അദാനിക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന BJPക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് ഇത്തരം സാധ്യതകളുണ്ട് എന്ന ഒരു സാധ്യതയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അത് ഞങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ. VD സർക്കാരിന്റെ ഈ ഒരു എന്താ പറയാ അജണ്ടകളും കാര്യങ്ങളും ഈ RSSന്റെ ഒരു പിൻബലത്തോടു കൂടിയാണെന്നുള്ളൊരു തോന്നലുണ്ട്. എല്ലാ അജണ്ടകളും RSSന്റെ പിൻബലത്തോടു കൂടിയാണ് എന്നല്ല SDPI പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ള തിരക്ക് പിടിച്ചുള്ള ചില സമീപനങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഈ BJPയുടെ വന്ദേ ഭാരതം എന്താണ് അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റ് എന്ന് ഇന്ത്യ രാജ്യത്തിന് മുമ്പ് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിൽ ചില പദങ്ങൾ മാത്രമാണ് നമ്മൾ ദേശീയതായിട്ട് അംഗീകരിക്കേണ്ടതുള്ളൂ, അങ്ങനെ പരിഗണിക്കേണ്ടതുള്ളൂ, മറ്റു തികച്ചും വർഗീയമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചെല്ലുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഗവർണറാണ് അതിനേക്കാൾ തൊട്ട് മുമ്പ് തമിഴ്നാട്ടിൽ പോയി അത് മുഴുവനായിട്ടും ചെല്ലിക്കുന്നത്. സ്വാഭാവികമായി ഒരുപാട് വിശേഷ ബുദ്ധിയുണ്ട്, സവിശേഷ ബുദ്ധിയുണ്ട്, വായനയുണ്ട്, ചിന്താശേഷിയുണ്ട് എന്ന് സ്വയവും അണികളെ കൊണ്ടും പറയിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അവിടെ വെക്കുന്ന പോസ്റ്ററിൽ പോലും എന്ത് വേണമെന്ന് ഇടപെട്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഇത് കാണാതെ പോയി എന്ന് പറയുമ്പോൾ അതങ്ങനെ കണ്ണടച്ച് വിഴുങ്ങാൻ മലയാളികൾക്ക് സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ആയാലും മുഖ്യമന്ത്രിയുടെ ആയാലും ഇടയിലുള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ട്? സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ കാണുന്നതിൽ ഒരു ദുരൂഹതയില്ല, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്ത് കാര്യം പറയാനാണ് പോകുന്നത്? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിൻ്റെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരാളാണ്.
അദ്ദേഹത്തിന് സ്വകാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്വകാര്യം പറയാനല്ല അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റാരുമില്ലാതെ ഇദ്ദേഹം പോകുന്നത്? അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അത് പൊതുസമൂഹത്തിന് സംശയങ്ങൾ ഉണ്ടാക്കും. ആ സംശയങ്ങളെ ദൂരീകരിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരുടെ ഒരു ജനാധിപത്യത്തിന്റെ മാത്രമല്ല ഒരു മാനുഷികമായ ബാധ്യതയാണ് എന്നാണ്. എൻ്റെ സ്ഥാനത്തിനെതിരെ, എൻ്റെ പൊസിഷനെതിരെ ഒരു ആരോപണം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്, ജനങ്ങളോടൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നുള്ള പ്രഖ്യാപിക്കേണ്ടത് ഓരോ പൊതുപ്രവർത്തകന്റെയും ബാധ്യതയാണ്. അത് മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. സ്വാഭാവികമായും നമുക്ക് സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങൾ സ്ഥിരീകരിക്കുന്ന, അതിന് സാധ്യതകളുണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്ന നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലേക്ക് ഇലക്ഷൻ ചീഫ് കമ്മീഷണറെ കൊണ്ടുവന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. അതേപോലെ തന്നെ പ്രസ് സെക്രട്ടറി ആയിട്ട് സംഘപരിവാറിൻ്റെ വലതുപക്ഷ വംശീയതയെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന, അതിനെ പ്രകീർത്തിക്കുന്ന ഒരു പ്രസ് സെക്രട്ടറി വന്നതിലൂടെ ഒക്കെ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. ഇത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമിക ബാധ്യതയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സമരവുമായിട്ട്. SDPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺസൺ കണ്ടച്ചിറ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു UDFന്റെ സർക്കാരിന്റെ ഒരു അജണ്ടകളും കാര്യങ്ങളും എല്ലാം RSSന്റെ ഒരു പിൻബലത്തോടു കൂടിയാണെന്നുള്ളൊരു ആശയമുണ്ടോ? അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു മാസമേ ആയോള് എന്നുള്ളതൊരു ഒരു സമയമാണ്. പക്ഷേ ഇത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് മന്ത്രിസഭാ യോഗങ്ങൾക്ക് മുമ്പേ തന്നെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കുറേ ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് പോയി രഹസ്യമായി ചർച്ച നടത്തിയ പല സംവിധാനങ്ങളുണ്ട്. അതൊക്കെ എന്തിൻ്റെ പേരിലാണ് ആൾക്കാരെ ഒഴിവാക്കി സംവിധാനങ്ങൾ ഒന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആൾക്കാരെ പോലും ഒഴിവാക്കി രഹസ്യ ചർച്ചകൾ. മംഗലാപുരത്ത് പോയതടക്കം നമുക്കറിയാം, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയതടക്കം നമുക്കറിയാം. അത് കോൺഗ്രസ് അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ഡ്രസ്സ് പോലും അല്ല ഉപയോഗിച്ചത്. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് പോകുന്ന ആൾ മറ്റൊരു വേഷത്തിൽ എന്ന് വെച്ചാൽ ഒരു ആൾമാറാട്ടം നടത്തി പോയതാണ് എന്ന് വേണം നമുക്ക് പറയാം. നമ്മളെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും ഒരു ആൾമാറാട്ടം നടത്തി രഹസ്യ സ്വഭാവത്തിൽ മംഗലാപുരത്ത് പോയി തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതൊക്കെ നമുക്ക് തുറന്നു കൊണ്ടുവരേണ്ടത്. ഈ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മതേതര സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പോലും ഒരു ജനങ്ങൾക്ക് മൊത്തത്തിലൊരു വിഷയം വന്നാൽ അത് കോർപ്പറേറ്റ് വൽക്കരണമായാലും സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്തിനായാലും ജനങ്ങൾ മുന്നിട്ടിറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് പ്രതിപക്ഷ റോളുകൾ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളും വിശിഷ്യ നമുക്കറിയാമല്ലോ, ഈ യുവജനങ്ങളടക്കമുള്ളവർ ഇന്ന് പല സോഷ്യൽ മീഡിയ പദ്ധതി നമുക്ക് NC പിള്ളേരെന്ന അർത്ഥത്തിൽ കോക്രോച്ച് പാർട്ടി വന്നപ്പോൾ അതൊക്കെ ഒരുപാട് അധ്വാനിക്കാതെ, ഒരുപാട് വിയർപ്പെടുക്കാതെ, ഒരുപാട് ഇതുപോലെ പ്രതിഷേധങ്ങൾ നടത്താതെ ഒരാശയത്തിൻ്റെ പിന്നിൽ അവരെ എന്തുകൊണ്ട് അതിന് പ്രേരിപ്പിച്ചു എന്ന് ചോദിക്കുമ്പം നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ ഉദാഹരണം അവർ പരീക്ഷ എഴുതി CBSE അടക്കം പാസ്സായത്. ആ പാസ്സാവാൻ വന്ന പരീക്ഷ റദ്ദായി പോയിട്ടുണ്ടല്ലോ. അതിൻ്റെ സാഹചര്യം, അതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിറകിൽ BJP ആണ് എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ട്. അവിടെയാണ് പ്രതിഷേധങ്ങൾ പോലും നടത്താൻ രാഷ്ട്രീയ പടക്കുമ്പോൾ അവരുടേതാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനും ഞങ്ങൾക്ക് പറയാനും ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നലാണ് ഈ ചെറുപ്പക്കാരെ അതിലേക്ക് നയിച്ചത്. അപ്പോൾ അത് വിദേശത്തിരുന്നാണ് ഒരാൾ ഓപ്പറേറ്റ് ചെയ്തെങ്കിലും അയാൾ കേരളത്തിൻ്റെ മണ്ണിൽ വന്നപ്പോൾ ആ ഒരു കൂട്ടം തന്നെ എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള ഈ രാഷ്ട്രീയത്തിൽ ചില അപജാപങ്ങളുണ്ട്. അതിനെ തിരുത്താൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള 2009 ഈ പ്രസ്ഥാനം രൂപീകരിച്ച നാൾ മുതൽ തെരുവോരങ്ങളിലാണ് ഞങ്ങൾ. അത് കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും എവിടെയായാലും ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി. അത് ഞങ്ങൾക്ക് കാലം നോക്കാറില്ല, രാഷ്ട്രീയം നോക്കാറില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നൊരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ എപ്പോഴും ഞങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കൊണ്ടുപോകും. അതിനെന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും, എന്തൊക്കെ ഇനി കേസായാലും നൂലാമാലകളൊക്കെ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും ഞങ്ങൾ സംബന്ധിച്ച് കേഡർഷിപ്പ് എടുക്കുമ്പോഴും മെമ്പർഷിപ്പ് എടുക്കുമ്പോഴും ഇതിനകത്ത് അംഗസംഖ്യ ക്രമാതീതമായി ഞങ്ങൾക്ക് പോലും ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ ഇതിൻ്റെ അംഗസംഖ്യ ഈ വരാനിരിക്കുന്നത് ഇന്ന് വരുന്ന ഈ 21-ാം തീയതി പാർട്ടിയുടെ വാർഷികമാണ്. 18 വർഷത്തോളം പാർട്ടി എടുക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ സ്ഥാപക ദിനം വരികയാണ്. ആ സ്ഥാപക ദിനത്തിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കുറേയധികം കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ ഗ്രീൻ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ബോധവൽക്കരണം നടത്തിയൊക്കെ തന്നെയാണ്. ഇനി ആതുര രംഗത്തായാൽ പോലും ബ്ലഡ് കിട്ടാതെ വരുന്നൊരവസ്ഥയിൽ ഞങ്ങളുടേതായ രക്തങ്ങൾ കൊടുത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ IMA അടക്കമുള്ള അവിടെ കൊടുത്ത് രക്തം ദാനം ചെയ്തുകൊണ്ട് ഒരു കേരളത്തെ സംബന്ധിച്ചോളം അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഈ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ കൂട്ടിപ്പിടിക്കലും ചേർത്ത് പിടിക്കലും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഇപ്പൊ VD സർക്കാരൊക്കെ തുലയട്ടെ എന്ന് കൊണ്ടുള്ള ഒരു മുദ്രാവാക്യാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിന്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. അല്ല, തുലയട്ടെ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമാണ് തുലയട്ടം. കാരണം എന്തുകൊണ്ട് നമ്മളങ്ങനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്.
ഒരു സാധാരണ ഭരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭരണം ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണമാണ്. ആ ഭരണത്തെ നമ്മൾ ഒരിക്കൽ പോലും എന്ത് പറയത്തില്ല, ജനങ്ങൾക്കെതിരെ ഒരു വിഷയം ഭരണം വരുമ്പോൾ അത് ഏകപക്ഷീയമായി മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉള്ള മന്ത്രിമാരെ പോലും വിശ്വാസത്തിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതൊന്നാമത്തെ മന്ത്രിമാർ ഇപ്പോൾ തന്നെ 2 കാര്യങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്, നിയമനമടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മറ്റൊന്ന് ഞാൻ പറയാത്തൊരു കാര്യം, നമ്മുടെ ശബരിമല വിഷയത്തിൽ അവിടെ വക്താവായിരുന്ന ആളെ കൊണ്ടുവന്ന് പ്രവീൺ കുമാറിനെ കൊണ്ടുവന്ന് ഇവിടെ അതിൻ്റെ എന്ന് വെച്ചാൽ പ്രതിക്കും വാദിക്കും ഒരു വക്കീൽ എന്ന തരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിയമിക്കുമ്പോൾ സമ്മർദ്ദം അതിനകത്തുനിന്നുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യണം, മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറയുകയാണ് രാജിവെക്കാൻ. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമില്ല, അവർക്ക് അതുകൊണ്ട് ഗുണമില്ല എന്ന് തോന്നുമ്പോഴാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുദ്രാവാക്യം. SDPIയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അപ്പം നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം തന്നെ VD സർക്കാർ തൊലയട്ടെ എന്നുള്ളതായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആവശ്യകത ഉണ്ടോ? അവര് ഭരണത്തിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസമല്ലേ ആവുന്നുള്ളൂ. അത് പല മാധ്യമപ്രവർത്തകരും അത് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ 1 മാസം മാത്രം തികഞ്ഞൊരു സർക്കാരിനെതിരെ ഇത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്? അതിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഇതൊക്കെ അസാധാരണ സമരമാണ്, അങ്ങനെ സാധാരണ നിലയിൽ നടക്കലില്ല. പക്ഷേ ഇത് നടക്കേണ്ടി വന്നത് ഒരു അസാധാരണമായ നടപടികളാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. അസാധാരണമായ നിയമനങ്ങൾ, നടപടിക്രമങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും അത് പിന്നെ ഏതെങ്കിലും ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോട്ടെ എന്ന് പറയാം, അത് ശരിയാകും എന്ന്. പക്ഷേ ഇതല്ല. ഇദ്ദേഹം ചെയ്യുന്ന നിയമനങ്ങൾ വരുന്ന കേരള ഭാവി മതേതര കേരളത്തിന് അപകടമാണ്. ഇദ്ദേഹത്തിൻ്റെ ചില നടപടികൾ, ഉദാഹരണം പറഞ്ഞാൽ വന്ദേ മാതരം. നമുക്കറിയാം വന്ദേ മാതരം അതിൻ്റെ ചരിത്രം അറിയാത്ത ആളല്ല. വന്ദേ മാതരം രൂപപ്പെട്ടതുവരെയും പിന്നെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടാണ് വന്ദേ മാതരം ആദ്യം എഴുതുന്നത്. ബങ്കിം ചന്ദ്ര ചറ്റർജി ആദ്യം എഴുതുന്നത് 1770കളിൽ. പിന്നെ ഇവിടേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ കയറി വന്നപ്പോൾ നവാബ് ഭരണകൂടത്തെ എതിർത്തു, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നതുകൊണ്ട് അതിനെ അനുകൂലിച്ചെഴുതിയതാണ് വന്ദേ മാതരം. പിന്നീട് അത് പിന്നെ 1931 അത് പിന്നെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും മൗലാന അബ്ദുൽ കലാം ആസാദൊക്കെ ഒരു സമിതിയാക്കി രവീന്ദ്രനാഥ ടാഗോറിനോട് ഈ വിശദീകരണം ചോദിക്കുമ്പോൾ അത് ബഹുസ്വര സമൂഹത്തിന് പറ്റിയതല്ല. അത് ഈ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഉള്ളതാണ്. അത് പിന്നെ ബഹുസ്വര സമൂഹത്തിന് പറ്റിയ മുസ്ലിം വിഭാഗത്തിന്, ക്രൈസ്തവ വിഭാഗത്തിന്, സിഖ് വിഭാഗത്തിന്, അതുപോലെ മതമില്ലാത്തവർക്ക് ഇതൊന്നും ഈ വന്ദേമാതരത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്നില്ല. അതിൽ ആദ്യത്തെ 2 വരി ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്, അത് ഉപയോഗിക്കാം, മറ്റേത് ഉപയോഗിക്കേണ്ട എന്ന് ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ പറഞ്ഞതാണ്. പിന്നീട് അത് 1950 നമ്മുടെ ഭരണഘടന ഉണ്ടാകുമ്പോഴും അതിലും ചർച്ച വരുമ്പോൾ അന്നും അത് ഒഴിവാക്കിയതാണ്. പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പ്രത്യേകമായൊരു പ്രസ്താവനയിലൂടെയാണ് അത് ദേശീയ ഗീതമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനൊരു സംഭവത്തെ, ഇത്രയും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു സംഭവം അറിയാത്ത ആളല്ല VD സതീശൻ. അപ്പോൾ അദ്ദേഹം ബോധപൂർവ്വം എന്ത് ചെയ്യാണ്, പിന്നെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ വിളിച്ചിരുത്തുന്നു, രാഹുൽ ഗാന്ധി വിളിച്ചിരുത്തുന്നു, പ്രിയങ്ക ഗാന്ധി വിളിച്ചിരുത്തുന്നു. എന്നിട്ട് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് മുഴുവൻ ആലപിച്ചപ്പോൾ ഇനി കോൺഗ്രസ്സിന് സത്യത്തിൽ ഇനി അതിനെ എതിർക്കാൻ കഴിയുമോ? അതിനുശേഷം നടന്ന കർണാടകയിലെ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, TK ശിവകുമാറിൻ്റെ, അതിനും ഇത് ആലപിച്ചു, പൂർണ്ണമായിട്ട് ആലപിച്ചു. അപ്പം കോൺഗ്രസ്സിന് മിണ്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് RSSന് അനുകൂലമാകുന്ന ഒരു ഗീതം. വന്ദേ മാതരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ VD സർക്കാർ അവിടെ കയറുമ്പോഴാണ് മുഖ്യമന്ത്രി അടക്കം അത് ആലപിക്കുന്ന അറിയുന്നത് എന്നുള്ളൊരു വാർത്തയൊക്കെ. അല്ല, അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു പിന്നിൽ ഇദ്ദേഹത്തിന് അറിയാം. ഒന്ന്, ഇവിടുത്തെ ഗവർണർ ആരാ? അതിനൊരാഴ്ച മുമ്പ് പിന്നെ തമിഴ്നാട് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അവിടെ മുഴുവൻ ആലപിച്ചു വന്ദേമാതരം. അത് വിവാദമായി, സ്റ്റാലിൻ അടക്കമുള്ളവർ പ്രതിഷേധിച്ചു. അത് വാർത്തയായതാ. അത് വാർത്ത അറിയാത്ത ആളല്ലല്ലോ സതീശൻ. രണ്ടാമത്തെ വിഷയം, ആ നടന്ന യോഗത്തിൻ്റെ പിന്നിൽ VD സതീശൻ്റെ ഫോട്ടോ വെച്ച വലിയൊരു ബാനറായിരുന്നു. അത് വേണ്ട, എനിക്ക് അല്ലാതെ എഴുതിയാൽ മതി എന്ന് ഇടപെട്ട ആളാണ്. അവിടുത്തെ ഇരിപ്പിടം പ്രിയങ്ക ഗാന്ധിക്കൊക്കെ ഫ്രണ്ടിലായിരുന്നില്ല, അവർക്ക് ഇരിപ്പിടം സൗകര്യം ഒരുക്കി കൊടുത്ത ആളാണ്. അമ്മുലു അമ്മാൾ എന്ന് പറയുന്ന ഒരു അമ്മയെ പറവൂരിൽ നിന്ന് എത്തിച്ച് ഇവിടെ അതിന് പിന്നെ അദ്ദേഹം സ്റ്റേജിൽ കയറ്റി, ലക്ഷക്കണക്കിന് ആളുകളുള്ളതിൽ നിന്ന് സ്റ്റേജിൽ കയറ്റി ഫോട്ടോ എടുപ്പിക്കുമ്പോൾ അത് വെറുതെ അല്ലാതെ PR വർക്കാണ്. അപ്പോൾ അത്തരം PR വർക്കുകളും ഇത്തരം ഇടപെടലുകളും നടത്തുന്ന ഒരാൾ തലേ ദിവസം പ്രോഗ്രാം ചാർട്ട് കിട്ടിയിട്ടും അതിൽ വന്ദേമാതരം ഒന്നും ഉണ്ടായിട്ടും അത് മുഴുവൻ ആലപിക്കുന്ന ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് പറയുന്നത്. ഓരോന്നും അതുപോലെയാണ്. അദ്ദേഹത്തിന് ന്യായങ്ങളിങ്ങനെ പറയുമ്പോഴും നമുക്കറിയാലോ, പിന്നെ UDFൻ്റെ അധ്യാപക സംഘടന 3 അംഗങ്ങളുടെ പാനൽ കൊടുത്തു. ഏതാ പിന്നെ MG യൂണിവേഴ്സിറ്റിയിലെ താൽക്കാലിക VC നിയമനത്തിന്. പക്ഷേ അത് കൊടുത്തില്ല. പിന്നീട് 19 പേരെ വേറെ സെനറ്റിലേക്ക് വെക്കുന്നു. അപ്പം റോജിയം ജോൺ എന്താ പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു UDFുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഗവർണറുമായിട്ട് ഞങ്ങൾക്ക് തർക്കിക്കാൻ താല്പര്യമില്ല എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പാർട്ടി ഇത്തരം